ഹലോ ഹായ്. നമ്മൾ മുമ്പ് ഒരുപാട് തവണ ഡൽഹി പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് മാർക്കറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ കാണുന്നത്. യശ്വന്ത് പ്ലേസ് മാർക്കറ്റ്. നമ്മുടെ സരോജിനി മാർക്കറ്റിൻ്റെയും സരോജിനി മെട്രോ സ്റ്റേഷൻ്റെയും തൊട്ടടുത്തായിട്ടുള്ള സ്പേസാണത്. നിങ്ങൾ ലെതർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഭയങ്കര ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ലെതേഴ്സും ജാക്കറ്റ്സും ബൂട്ട്സും ബെൽറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഭയങ്കര റീസണബിൾ പ്രൈസുമാണ്. അതേപോലെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറഞ്ഞിവിടെ കിട്ടും. എല്ലാ പ്രൊഡക്ട്സും നല്ല ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ. ഈവനിങ് ഒക്കെ ഡൽഹിയുടെ തിരക്കൊക്കെ മാറിയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ശാന്തമായൊരു സ്ഥലമാണ് ഇവിടെ. ഒരുപാട് ഫുഡ് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. കൂടുതലും മോമോസ് ഷോപ്പാണ് നമ്മൾ കണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഒതൻറ്റിക് ആയിട്ടുള്ള മൊമോസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ ജ്വല്ലറീസൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റോൺസൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിട്ടില്ല ഒരു മാർക്കറ്റിനാണത്. നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു ഷോപ്പിനെ കുറിച്ചും ഇവിടെയുള്ള ആളെക്കുറിച്ചുമാണ്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ളൊരു ഷോപ്പാണത്. ഒരുപാട് നിങ്ങൾക്ക് കാണാം, അവിടെ ഡിസ്പ്ലേയിൽ വെച്ച സിഗരറ്റിൻ്റെ പാക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പഴക്കമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് AN കശാപ്പ്. ഏകദേശം 85 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോഴും പാഷൻ ആയതുകൊണ്ട് അദ്ദേഹം ആ ഷോപ്പിൽ അവിടുന്ന് കോഫിയൊക്കെ ഉണ്ടാക്കി. ഒരു കുഞ്ഞു സ്പേസാണ്. നിങ്ങൾക്ക് കോഫിയും ചായയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് വന്നിരുന്നതൊന്ന് ചാർജ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പേസാണ്. അദ്ദേഹത്തിൻ്റെ കോഫി അടിപൊളിയായിരുന്നു. ഡൽഹിയിലെ തിരക്കൊക്കെ മാറി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയൊരു ശാന്തമായ സ്പേസാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു.